ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. പേടിക്കേണ്ട, ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചല്ലോ, സ്ട്രക്ചറും നമുക്കറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ അറേ കൊടുത്തു, അതുപോലെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ കൊടുത്ത കാര്യങ്ങളും പറഞ്ഞു. സ്ട്രക്ചറിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, പേടിക്കേണ്ട. അപ്പോൾ ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മൾ സാധാരണ എന്താണ് ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറിൽ കൂടെ ഫ്ലോട്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫങ്ഷനിൽ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കേസസ് പഠിച്ചിട്ടുണ്ട്. ഫങ്ഷൻ, അതായത് എന്താണ് ഫങ്ഷൻ വിത്ത് പാരാമീറ്റർ ആൻഡ് ഫങ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് നോ റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്ത് പാരാമീറ്റർ ആൻഡ് നോ റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്ത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ. അങ്ങനെ 4 ടൈപ്സ് ഫങ്ഷന് വാല്യൂസ് പാസ് ചെയ്യുന്ന മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എയും ബി എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സൊക്കെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂസ് ഇതൊക്കെയായിരുന്നു നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രക്ചർ എങ്ങനെ ഫങ്ഷനിൽ കൂടെ പാസ് ചെയ്യാം എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ കോൾ ചെയ്യുന്ന കൂടെ നമ്മൾ വേരിയബിൾ പാസ് ചെയ്യാറുണ്ടായിരുന്നു. ആ പാസ് ചെയ്യുന്ന വേരിയബിൾ എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ അല്ല, ഒരു ഫ്ലോട്ട് അല്ല, ഒരു ക്യാരക്ടർ അല്ല, എന്തായിരിക്കും? ഒരു സ്ട്രക്ചറാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി പാസ്ഡ് ടു എ ഫങ്ഷൻ ആൻഡ് റിട്ടേൺ ഇൻ എ സിമിലർ വേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ പാസ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്ത് വരാം? സ്ട്രക്ചർ തന്നെ റിട്ടേൺ ചെയ്ത് വരാം. ഇൻറ്റിജർ റിട്ടേൺ ചെയ്ത് വരുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരിച്ചു വരുന്ന കേസ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുക്കണം? ഇൻറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യണം. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് ഫംഗ്ഷൻ്റെ കേസിൽ. അതുപോലെ നമ്മൾ സ്ട്രക്ചർ പാസ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ സ്ട്രക്ചർ റിട്രീവ് ചെയ്യുന്നു. ഒരു ഫംഗ്ഷനിൽ എങ്ങനെ സ്ട്രക്ചർ പാസ് ചെയ്യാം, എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ കേസാണ് ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. സ്ട്രക്റ്റ് പേഴ്സൺ, ഞാനൊരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട്? നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. 3 വേരിയബിൾസ് അതിലുണ്ട്. അതായത് 3 ഡാറ്റ ടൈപ്സ്, 3 ഫീൽഡുകളുണ്ട്. സ്ട്രിംഗ് ഫീൽഡ്, ഇൻറ്റിജർ ഫീൽഡ്, ഫ്ലോട്ടിംഗ് ഫീൽഡ്. സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? പേഴ്സൺ, സെമിക്കോളൻ. ഇത് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ മെയിൻ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പേഴ്സൺ പിന് മുന്നേ എന്താണ്, അത് വിട്ടുപോയതാണ്, സ്ട്രക്റ്റ് പേഴ്സൺ പി. ഓക്കെ, പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നമ്മൾ കൊടുത്തു. പി ആണ് അതിൻ്റെ വേരിയബിൾ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, വേറെ ഒന്നും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ ഞാൻ കോൾ ചെയ്തു. ഓക്കെ, ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ കോൾ ചെയ്തു. കോൾ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒന്നും പാസ്സൊന്നും ചെയ്തിട്ടില്ല. എന്തോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ആ ഫംഗ്ഷൻ്റെ പേരാണെന്ത്? ഗെറ്റ് ഡാറ്റ. അപ്പോൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഗെറ്റ് ഡാറ്റ ഇത് ഫംഗ്ഷൻ കോളിംഗ് സംഭവമല്ലേ, ഗെറ്റ് ഡാറ്റ. അപ്പോൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ കോൾ ചെയ്തപ്പോൾ എന്താണ്, എവിടെയോ പോയി, കോൾ ചെയ്ത സ്ഥലത്തോട്ട് പോയി അതൊന്ന് ഫങ്ഷൻസ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. തിരിച്ചിട്ട് എന്ത് വരും? തിരിച്ചെന്തോ ഒരു കാര്യങ്ങൾ തിരിച്ചിട്ട് എവിടേക്ക് വരുന്നത്? എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന റിസൾട്ട് ഏതിലോട്ട് കൊടുക്കും? ഈ പി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മെയിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു സ്ട്രക്ചറിന് ഒരു വേരിയബിളൊക്കെ പി എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ പി പേഴ്സൻ്റെ വേരിയബിളാണ് എന്ത്? പി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ കഴിഞ്ഞ പാട് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞാൽ എവിടത്തോട്ട് വന്നു? എവിടെയാണോ ആ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് ആ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുക അതൊക്കെ ചെയ്യും. തിരിച്ചെങ്ങോട്ടേക്ക് പോവും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്ത വാല്യൂ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഇനി ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ കൂടെ എങ്ങോട്ടേക്ക് തിരിച്ചു വരും? നമ്മൾ എവിടെ നിന്നാണോ ഫംഗ്ഷനെ വിളിച്ചത് അവിടത്തേക്ക് തന്നെ തിരിച്ചു വരും. അത് നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്തത് കൊണ്ടാണ്, അതായത് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചിവിടെ എത്തിയതിന് ശേഷം ഈ ഗെറ്റ് ഡാറ്റയിൽ എന്തോ കാര്യങ്ങളുണ്ട്. അത് ആർക്ക് കൊടുത്തു? പി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കൊടുത്തു. സാധാരണ ഇവിടെ പി എന്ന് പറയുന്നത് ഒരു ഇൻറ്റ് പി ആണോ? അല്ല. ഏത് ടൈപ്പാണ്? സ്ട്രക്ചർ ടൈപ്പാണ്. അപ്പോൾ പിയിലേക്കാണ് എന്തോ കാര്യങ്ങൾ ചെയ്തിട്ട് കൊടുക്കുന്നത്. നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ എങ്ങോട്ടേക്ക് വന്നു? ഇവിടത്തോട്ട് വന്നു. ഓക്കെ, ഇവിടത്തോട്ട് വന്നിട്ട് നിങ്ങളിവിടെ പേഴ്സൺ പി, ഇവിടെയും എന്ത് വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? സ്ട്രക്റ്റ് പി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ ഇവിടെയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ അത് P1 ആയിക്കോ, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ മെയിൻ്റെ ഉള്ളിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എന്താണ്? പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് എന്ത്? പി. അത് ഏതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്? മെയിൻ്റെ ഉള്ളിൽ. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ പി ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? സ്ട്രക്റ്റ് പേഴ്സൺ P1. അപ്പോൾ P1 ആരുടെ ഒരു വേരിയബിൾ തന്നെയാണ്? പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? എൻ്റർ നെയിം. ഇപ്പോൾ എന്ത് കൊടുത്തു? P1 ഡോട്ട് നെയിം നമ്മൾ റീഡ് ചെയ്തു. എൻ്റർ ഏജ് P1 ഡോട്ട് ഏജിൽ നമ്മൾ ഏജ് റീഡ് ചെയ്തു. എൻ്റർ സാലറി P1 ഡോട്ട് സാലറിയിലോട്ട് ഞാൻ എൻ്റർ ചെയ്ത സാലറി. അപ്പോൾ ഇതൊക്കെ റീഡ് ചെയ്തിട്ട് റിട്ടേൺ P1. ഓക്കെ, റിട്ടേൺ P1 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്തു പോവുക? വെറും നെയിമാണോ റിട്ടേൺ ചെയ്തു പോവുക? അല്ല. P1 എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് വേരിയബിളാണ്? ഒരു സ്ട്രക്ചർ വേരിയബിളാണ്. അപ്പോൾ ആ സ്ട്രക്ചർ വേരിയബിൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? അപ്പോൾ P1 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? പേഴ്സൺ P1 ആരുടെ വേരിയബിളാണ്? പേഴ്സണിൻ്റെ വേരിയബിളാണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റകളുണ്ട്? നെയിമുണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ P1 എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തിട്ടുണ്ട്? സാലറി ഉണ്ട്, നെയിമുണ്ട്, പിന്നെ എന്താണ്? ഏജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് റിട്ടേൺ P1 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്തു പോകുന്നത്? P1 ഡോട്ട് നെയിമും, P1 ഡോട്ട് ഏജും, P1 ഡോട്ട് സാലറി. ഞാൻ നെയിം എന്താണോ റീഡ് ചെയ്തത് ആ നെയിമും, റീഡ് ചെയ്ത ഏജും, റീഡ് ചെയ്ത സാലറി, ഈ 3 സാധനങ്ങളും ഏതിലുണ്ട്? ഇപ്പോൾ P1 ഉണ്ട്. ഓക്കെ, ആ P1 ആണ് എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തു പോകുന്നത്? ഇവിടത്തേക്ക് റിട്ടേൺ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? നെയിമുണ്ട്, ഏജ് ഉണ്ട്, സാലറി. ഈ 3 സാധനങ്ങളുമാണ് P1 എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്. സാധാരണ റിട്ടേൺ കെ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റിജറാണ്. ഇൻറ്റ് കെ ആണെങ്കിൽ കെയിൽ എന്ത് വേരിയബിൾസ് മാത്രമേ ഉണ്ടാകും? ഒരു ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്? P1 റിട്ടേൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ട്? കാരണം P1 എന്ന് പറയുന്ന ആരുടെ വേരിയബിളാണ്? പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. അതിലെന്തൊക്കെയുണ്ട്? നെയിമുണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ ഈ 3 ഡീറ്റെയിൽസും ഇതിലുണ്ട്, P1 ഉണ്ട്. അതാണ് നമ്മൾ റിട്ടേൺ ചെയ്ത് പോകുന്നത്. ഓക്കെ, റിട്ടേൺ ചെയ്തിട്ട് ഇവിടത്തേക്ക് വരും ഗെറ്റ് ഡാറ്റ. ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഏതിലോട്ട് അസൈൻ ചെയ്ത് വരും? P എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് വരും. P എന്ത് ടൈപ്പ് വേരിയബിളാണ്? P ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ. P എന്ന് പറയുന്ന വേരിയബിളിലും എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം? നെയിമും, ഏജും, പിന്നെ ഒന്നും കൊടുക്കാം? സാലറിയും കൊടുക്കാം. കാരണം Pയും എന്ത് വേരിയബിളാണ്? സ്ട്രക്ചർ വേരിയബിളാണ്. ഏതിൻ്റെ സ്ട്രക്ചർ വേരിയബിളാണ്? പേഴ്സണിൻ്റെ സ്ട്രക്ചർ വേരിയബിളാണ്. ആ പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളായ Pയിലും എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം? P എന്തിൻ്റെ വേരിയബിളാണ്? പേഴ്സണിൻ്റെ ഒരു വേരിയബിൾ അല്ലേ? P1ൻ്റെ അതേ കാര്യങ്ങൾ തന്നെ Pക്ക് നമുക്ക് യൂസ് ചെയ്തൂടെ? അതായത് ഇൻറ്റ് എം കെ എന്ന് പറയുന്നത് എമ്മും കെയും ഇൻറ്റിജർ വേരിയബിളാണ്. ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഇവിടെ Pയും P1 ഒക്കെ എന്ത് വേരിയബിളാണ്? സ്ട്രക്ചർ വേരിയബിളാണ്. അപ്പോൾ P1ൽ നെയിമും, അതായത് പേഴ്സണിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള നെയിമും േജും സാലറിയും P1ൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ Pയിലും എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം? നെയിമും സാലറിയും ഏജും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന P1ൽ എല്ലാ കാര്യങ്ങളും ഏതിലോട്ട് പോയി? Pയിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ Pയിൽ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നെയിമുണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. കാരണം നെയിമും ഏജും സാലറിയും എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നെയിം, ഏജ്, സാലറി, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഡീറ്റെയിൽസ് ഏതിൽ വരും? Pയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഓക്കെ, ഇപ്പോൾ റിട്ടേൺ P ഇതിലോട്ട് വന്നു.
ഇനി ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ഗെറ്റ് ഡാറ്റയ്ക്ക് മുന്നേ പേഴ്സൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് ഗെറ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുക? ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതായത് റിട്ടേൺ ചെയ്യുന്നില്ല മീൻസ് ഒരു വാല്യൂം തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നില്ല, പക്ഷെ കൺട്രോൾ പോകട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എല്ലാ പ്രോഗ്രാമിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കൺട്രോൾ മെയിൻ ഫംഗ്ഷനിലേക്ക് പോകും എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ വോയിഡ് ആണെങ്കിൽ ഒന്നും റിട്ടേൺ ചെയ്ത് ഒന്നും തിരിച്ചു കൊണ്ടുപോകില്ല. അതായത് ചായ ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ നിന്ന് നമ്മൾ കഴിക്കുന്നു, തിരിച്ച് ലിവിങ് റൂമിലേക്ക് വരുന്നുണ്ട്, പക്ഷെ ചായ ഒന്നും കൊണ്ടുവരുന്നില്ല. അതേ എഫക്റ്റ്. അതായത് തിരിച്ചിട്ട് എന്താണ്, ഒന്നും റിട്ടേൺ ചെയ്ത് തരുന്നില്ല, പക്ഷെ എന്ത് കൊടുക്കും, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ വരും. അതാണ് വോയിഡ് കൊടുത്താലുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഈ ഫംഗ്ഷൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് മെയിനിലേക്ക് തിരിച്ചു പോകും. എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകും, പക്ഷെ ഒന്നും കൊണ്ടുപോകില്ല. ഇനി ഇൻ കേസ് ഞാനൊരു ഇൻറ്റിജറാണ് കൊണ്ടുപോകുന്നതെങ്കിൽ റിട്ടേൺ എന്താണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്തത്, തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ഫ്ലോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്ത് കൊടുക്കണം, റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് കൊടുക്കണം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഫംഗ്ഷൻ്റെ എന്താണ് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന സംഭവം ഇൻറ്റിജർ ആണെങ്കിൽ എന്ത് കൊടുക്കണം, ഇൻറ്റ് എന്ന് നമ്മൾ ഫംഗ്ഷൻ നെയിമിന് മുന്നേ കൊടുക്കണം. അത് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഫ്ലോട്ടാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുക്കണം, ഫ്ലോട്ട് കൊടുക്കണമായിരുന്നു. ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടർ കൊടുക്കണമായിരുന്നു. ഓക്കെ, ഒന്നും റിട്ടേൺ ചെയ്യുന്നെങ്കിൽ വോയിഡ് കൊടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയേ, വോയിഡ് അല്ല ഇവിടെ ഉള്ളത്, ഇൻറ്റിജർ അല്ല ഇവിടെ ഉള്ളത്, ഫ്ലോട്ട് അല്ല ഇവിടെ ഉള്ളത്, പേഴ്സൺ ഗെറ്റ് ഡാറ്റ എന്നാണുള്ളത്. ഓക്കെ, പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ റിട്ടേൺ ചെയ്തു തരുന്നത്, റിട്ടേൺ P1 എന്ന് പറയുന്ന വാല്യൂസിൽ ഇൻറ്റിജർ വാല്യൂ ആണോ ഉള്ളത്, ഫ്ലോട്ടാണോ ഉള്ളത്, ക്യാരക്ടറാണോ ഉള്ളത്? അല്ല. എന്താ ഉള്ളത്, ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ഓക്കെ, ഹെട്രോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്തു പോകുന്നത്. ഹെട്രോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇവിടെ ഹെട്രോജീനിയസ് കളക്ഷനിൽ എന്തൊക്കെ വരുന്നത്, സാലറി, നെയിം, ഏജ്. ഈ 3 ഹെട്രോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റയെ സ്ട്രക്ചറാണ് നമ്മൾ റിട്ടേൺ ചെയ്തു പോകുന്നത്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്താണ് കൊടുക്കേണ്ടത്, ഇൻറ്റാണോ കൊടുക്കേണ്ടത്, വോയിഡാണോ കൊടുക്കേണ്ടത്, ഫ്ലോട്ടാണോ കൊടുക്കേണ്ടത്? അല്ല. എന്താണ് കൊടുക്കേണ്ടത്, സ്ട്രക്ചറാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഇവിടെ സ്ട്രക്ചറല്ലേ കൊടുക്കേണ്ടത്. നമ്മളെ ഈ കേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ പേരായ പേഴ്സൺ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്താണ്, പേഴ്സൺ എന്ന് കൊടുക്കാൻ കാരണം നമ്മൾ എന്ത് സ്ട്രക്ചറാണോ ഇവിടെ യൂസ് ചെയ്തത് ആ സ്ട്രക്ചറിൻ്റെ നെയിമാണ് റിട്ടേൺ ടൈപ്പായിട്ട് കൊടുക്കേണ്ടത്. കാരണം റിട്ടേൺ ചെയ്ത് പോകുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് റിട്ടേൺ ടൈപ്പ് ഉള്ളതുകൊണ്ട് ഇത് ഇവിടുന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്ത് പോകുന്നത് എന്തൊക്കെയാണ്, സ്ട്രക്ചർ വേരിയബിൾസ് ആണ് പോകുന്നത്. P1 മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സ്ട്രിങ് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. ഓക്കെ, അതൊരു സ്ട്രക്ചറാണ് റിട്ടേൺ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് എന്താണ്, സ്ട്രക്ചറാണ് കൊടുക്കേണ്ടത്. സ്ട്രക്ചർ എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഏതാണോ അതിൻ്റെ നെയിമാണ് റിട്ടേൺ ടൈപ്പായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്, പേഴ്സൺ എന്ന് കൊടുത്തത്. വോയിഡോ ഇൻറ്റോ ഫ്ലോട്ടോ ഒന്നും കൊടുക്കാതെ. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചപ്പോൾ ഇവിടെ തൊട്ട് വന്നു. ഇവിടെ നിന്ന് എല്ലാ ഫംഗ്ഷൻ്റെ കാര്യം, അതായത് ഇവിടുന്ന് സ്ട്രക്ചേഴ്സിനെ റീഡ് ചെയ്തു, തിരിച്ചെന്ത് ചെയ്തു, റിട്ടേൺ P1. അപ്പോൾ ഇവിടെ തൊട്ട് കൊടുത്ത് ഇവിടെ തൊട്ട് വരും. ആ P1 എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും, Pയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താണ്, രണ്ടാമതും എന്ത് തന്നെയാണ്, വേറൊരു ഫംഗ്ഷനെയാണ് നിങ്ങൾ കാണുന്നത്, ഫംഗ്ഷൻ കോളാണ് കാണുന്നത്, പ്രിൻ്റ് ഡാറ്റ ഓഫ് P. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റാസ് ഒന്നും പാസ് ചെയ്തില്ല, വിത്തൗട്ട് പാരാമീറ്റർ ആയിരുന്നു. ഇവിടെ നിങ്ങൾ എന്തോ സാധനം പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, P ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. P ഇവിടെ എന്താണ് സാധനം, ഇൻറ്റിജർ വാല്യൂ ആണോ, അല്ല. ഫ്ലോട്ട് ആണോ, അല്ല. ക്യാരക്ടർ ആണോ, അല്ല. സ്ട്രിങ് ആണോ, അല്ല. P ഒരു സ്ട്രക്ചർ വേരിയബിളാണ് നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ പാസ് ചെയ്യാൻ ജസ്റ്റ് എന്തുമാത്രം കൊടുത്താൽ മതി, സ്ട്രക്ചറിൻ്റെ നെയിം. ഇപ്പോൾ നമ്മളിവിടെ P എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയോ ഡാറ്റാസ് കിട്ടി. ആ ഡാറ്റാസ് ഒക്കെ ഇപ്പോൾ ഇതിലുണ്ട്, P എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഉണ്ട്. ഇനി നമ്മൾ പ്രിൻ്റ് ഡാറ്റ എന്ന് പറയുന്ന അടുത്തൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്
എന്തും കൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ പി കൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ആഡ് ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ലേ, അപ്പോൾ എയും ബിയും പാസ് ചെയ്ത് കൊടുക്കുന്നില്ലേ. അതുപോലെ തന്നെ പ്രിൻ്റ് ഡാറ്റ എന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ പി എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻറ്റിജർ വേരിയബിൾ അല്ല, പാസ് ചെയ്യുന്നത് എന്ത് വേരിയബിൾ അല്ല, ഇൻറ്റിജർ അല്ല, ഫ്ലോട്ട് അല്ല, എന്ത് വേരിയബിളാണ്, സ്ട്രക്ചർ വേരിയബിളാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പി പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് പാസ് ചെയ്ത് പോകുന്നത്, നെയിം, ഏജ്, സാലറി. പിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, നെയിം, ഏജ്, സാലറി, ഈ കാര്യങ്ങളുള്ളത്. കാരണം ഇവിടെയുള്ള P1 കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പിയിലേക്ക് കിട്ടി. അപ്പോൾ പ്രിൻ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് എങ്ങോട്ടേക്ക് പോയി, എവിടെയാണോ പ്രിൻ്റ് ഡാറ്റ എഴുതിയിരിക്കുന്നത് അവിടത്തോട്ട് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഇവിടെ ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ ആഡ് എ കോമ ബി കോൾ ചെയ്തു. നമ്മളിത് കോൾ ചെയ്ത് ഇവിടത്തോട്ട് എത്തിയിട്ട് ഇവിടെ ജസ്റ്റ് വോയിഡ് ആഡ് ഇൻറ്റ് എം കോമ ഇൻറ്റ് എൻ എന്ന് കൊടുക്കുന്നില്ലേ. അതായത് എയിലുള്ള വാല്യൂ ഇതിലോട്ട് വരും, എമ്മിലോട്ട് വരും, ബിയിലുള്ള വാല്യൂ ഇതിലോട്ട് വരും, എന്നിലോട്ട് വരും. എ ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് തന്നെ കൊടുക്കണം, എന്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കണം, ഇൻറ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ബി ഒരു ഇൻറ്റിജറാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം, റിസീവ് ചെയ്യുന്ന ആളും എന്ത് തന്നെയായിരിക്കണം, ഇൻറ്റിജർ തന്നെയായിരിക്കണം. ഓക്കെ, ഇവിടെ സെൻഡ് ചെയ്യുന്നത് ഫ്ലോട്ടാണ്, റിസീവ് ചെയ്യുന്നത് എന്ത് തന്നെ കൊടുക്കണം, ഫ്ലോട്ട് തന്നെ കൊടുക്കണം. അതായത് ഇവിടെ നിങ്ങൾ എയും ബിയും ഇൻറ്റിജറാണ് പാസ് ചെയ്തതെങ്കിൽ റിസീവ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കണം, ഇൻറ്റിജേഴ്സ് തന്നെയായിരിക്കണം റിസീവ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ നമ്മളിവിടെ ഫ്ലോട്ടാണ് പാസ് ചെയ്ത് വരുന്നതെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന ആൾക്കാരും ആര് തന്നെയായിരിക്കണം, ഫ്ലോട്ട് തന്നെ ആയിരിക്കണം. അതായത് പഞ്ചസാരയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ ആ എന്താണ്, നിങ്ങൾ എവിടെയാണോ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ അതിൽ തന്നെ എന്ത് ചെയ്യണം, ആ പഞ്ചസാര ഇടണം. ഓക്കെ, അതുപോലെ ഇവിടെ ഇൻറ്റിജറാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റിജറിൽ തന്നെ നിങ്ങളത് കൊടുക്കണം. ഇൻറ്റിജറാണ് പാസ് ചെയ്യുന്നത് ഇൻറ്റിജറിൽ തന്നെ കൊടുക്കണം. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പി എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പ് വേരിയബിളാണ്, സ്ട്രക്ചർ വേരിയബിളാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തോട്ടെത്തി. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇവിടത്തോട്ടെത്തി കോൾ ചെയ്തു. ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്ത് തിരിച്ചൊന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ടാണ് വോയിഡ് കൊടുത്തത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഇനി പി എന്ത് ടൈപ്പാണ്, സ്ട്രക്ചർ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കണം, ഒരു സ്ട്രക്ചർ ആയിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഇവിടെ പേഴ്സൺ എം. പേഴ്സൺ എന്ത് ഡാറ്റ ടൈപ്പാണ്, സ്ട്രക്ചർ ഡാറ്റ ടൈപ്പാണ്. ഇവിടെ സ്ട്രക്ചറാണ് റിട്രീവ് ചെയ്യേണ്ടത്. അപ്പോൾ എം എന്ന് പറയുന്ന എന്ത് വേരിയബിളാണ്, സ്ട്രക്ചർ വേരിയബിൾ. ഏതിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ, പേഴ്സൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾ. അപ്പോൾ റിസീവ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കണം, ഒരു സ്ട്രക്ചർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പിയിലുള്ള എല്ലാ കാര്യങ്ങളും ആർക്ക് കിട്ടും, എമ്മിന് കിട്ടും. ഓക്കെ, പിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അതെല്ലാം ആർക്ക് കിട്ടും, എമ്മിന് കിട്ടും. ഇവിടെ പേഴ്സൺ എം എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് വരുന്ന ഡാറ്റ ഒരു സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് ഇവിടെ റിസീവ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കണം, സ്ട്രക്ചർ തന്നെയായിരിക്കണം. ഇതിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സെൻഡ് ചെയ്യുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന ആളും ആര് തന്നെയായിരിക്കണം, ഇൻറ്റിജർ ആയിരിക്കണം. ഇവിടെ സെൻഡ് ചെയ്യുന്ന ആൾ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് റിസീവ് ചെയ്യുന്ന ആളും ഇൻറ്റിജർ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സെൻഡ് ചെയ്യുന്നത് പി ഒരു സ്ട്രക്ചർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ റിസീവ് ചെയ്യുന്നത് എമ്മും എന്തായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്, സ്ട്രക്ചറായിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതൊക്കെ ഇപ്പോൾ എമ്മിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എമ്മിന് കിട്ടിയതുപോലെ ബിയിലുള്ള എല്ലാ വേരിയബിൾസും എല്ലാ കാര്യങ്ങളും എന്നിന് കിട്ടിയതുപോലെ ഇവിടെയുള്ള പിയിലുള്ള എല്ലാ കാര്യങ്ങളും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, എമ്മിന് കിട്ടി. ഇനി നമ്മൾ ഡീറ്റെയിൽസ് ആർന്ന് വെച്ച് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എം ഡോട്ട് നെയിം, സ്ട്രക്ചർ എങ്ങനെ തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുക, എം ഡോട്ട് നെയിം, എം ഡോട്ട് ഏജ്, എം ഡോട്ട് സാലറി. കാരണം എമ്മിൽ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലുള്ള നെയിമാണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, എം ഡോട്ട് നെയിം. ഓക്കെ, നമ്മൾ ഏതിലാണ് റീഡ് ചെയ്തത്, P1 ഡോട്ട് നെയിം ആയിരുന്നു റീഡ് ചെയ്ത്. P1 ഡോട്ട് നെയിമിലാണ് നമ്മളുടെ നെയിം ഉണ്ടായിരുന്നത്. അത് എല്ലാ മാർക്ക് കൊടുത്തു, പിക്ക് കൊടുത്തു. അപ്പോൾ പിയിലും എന്തുണ്ട്, P1ൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പി ഇവിടത്തോട്ട് കൊടുത്തപ്പോൾ ആ പിയിലുള്ള എല്ലാ കാര്യങ്ങളും മാർക്കും കിട്ടി, എമ്മിനും കിട്ടി. അപ്പോൾ എം ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നത്, P1 ഡോട്ട് നെയിമിലുള്ള വാല്യൂസ് നമുക്ക് എന്ത് വെച്ചും പ്രിൻറ്റ് ചെയ്യാം, എം ഡോട്ട് നെയിം. അപ്പോൾ P1 ഡോട്ട് നെയിമിൽ നിങ്ങൾ എന്താണോ സ്റ്റോർ ചെയ്ത് അത് എം ഡോട്ട് നെയിം പ്രിൻറ്റ് ചെയ്യും. ഇനി എം ഡോട്ട് ഏജ്, എം ഡോട്ട് സാലറി. ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത നെയിമും ഏജും സാലറിയും ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തത്. അത് ഔട്ട്പുട്ടിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. നെയിം,
റീഡ് ചെയ്തു, ഏജ്, സാലറി, ആ ഡീറ്റെയിൽസൊക്കെ സെയിം പ്രിൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുന്നത്, ഫങ്ഷൻസ് ആൻഡ് അറേസിൽ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുന്നത്, ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സിൽ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഫങ്ഷനിൽ കൂടെ പാസ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, സ്ട്രക്ചർ ഡീറ്റെയിൽസ് ഒക്കെ റീഡ് ചെയ്തു, ആ റീഡ് ചെയ്ത് വാല്യൂസ് തിരിച്ച് ഇവിടത്തോട്ട് കൊടുത്തു. ഇപ്പോൾ പിയിൽ എല്ലാ കാര്യങ്ങളും വന്നു. അതിനുശേഷം പിന്നെയും നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്? ഒരു സ്ട്രക്ചറാണ് പാസ് ചെയ്യുന്നത്, പി. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആളും ആര് തന്നെയായിരിക്കണം? സ്ട്രക്ചർ തന്നെയായിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നുമില്ല. നമ്മൾ സാധാരണ കേസിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻസ് ഇല്ലേ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ്റെ കേസിൽ 3 കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്: ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ഫംഗ്ഷൻ്റെ കോളാണ്, ഇത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഗെറ്റ് ഡാറ്റേൻ്റെ ഡെഫിനിഷനാണ് ഇത്രയും, പ്രിൻറ്റ് ഡാറ്റേൻ്റെ ഡെഫിനിഷനാണ് ഇത്രയും. നമ്മൾ സാധാരണ കോൾ ചെയ്യുന്നതും എന്താണ്, ഡെഫിനിഷനും മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ജസ്റ്റ് ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റ് ഡാറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് ഡാറ്റേൻ്റെ റിട്ടേൺ ടൈപ്പ് ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ എന്താണ്? പേഴ്സൺ ആയതുകൊണ്ടാണ് ഇവിടെ പേഴ്സൺ എന്ന് കൊടുത്തത്. റിട്ടേൺ ടൈപ്പ് കൊടുത്തു. ഈ പ്രിൻറ്റ് ഡാറ്റ ഒന്നും റിട്ടേൺ ചെയ്തൊന്നും പോകുന്നില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ എവിടെയാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകും. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒന്ന് റിട്ടേൺ ചെയ്യാതുകൊണ്ട് വോയിഡ് കൊടുത്തു. ഇവിടെ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ടൈപ്പ് പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്? പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്? സ്ട്രക്ചർ ടൈപ്പാണ്. അതുകൊണ്ടാണ് പേഴ്സൺ കൊടുത്തത്. ഇവിടെ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് ബോക്സ് ഇത് മാത്രം. ഇത് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം, കാരണം കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ല. ഓക്കെ.